രാഷ്ട്രീയ കേരളത്തെ ഉദ്വേഗം മുനമ്പിൽ നിർത്തിയ പാലക്കാട് പോരാട്ടത്തിന് പരിസമാപ്തി കുറിച്ച് നാളെ വോട്ടെടുപ്പ്. നിശബ്ദ പ്രചാരണത്തിന്റെ ദിനമായ ഇന്നും ആവേശത്തോടെ 3 മുന്നണി സ്ഥാനാർത്ഥികളും സജീവമായിരുന്നു. പത്രപരസ്യ വിവാദമാണ് ഇന്ന് ഏറ്റവും വലിയ ചർച്ചയായത്. സുപ്രഭാതം സിറാജ് പത്രങ്ങളോട് ADM വിശദീകരണം തേടിയിരിക്കുകയാണ്. സുപ്രഭാതം പത്രത്തിന്റെ പാലക്കാട് റെസിഡൻഷ്യൽ മാനേജർ ADMന് മുമ്പാകെ ഹാജരായി. പരസ്യത്തിന് അനുമതി ഉണ്ട് എന്നാണ് വിശദീകരണം. എന്തായാലും വിഷയം നിയമ പോരാട്ടത്തിലേക്ക് പോകും എന്ന് ഉറപ്പായിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു. പ്രസാദ്, നാളെ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. നമ്മൾ കണ്ടതുപോലെ ഈ ഒരു മാസത്തിലധികം നീണ്ടുനിന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ട്വിസ്റ്റുകൾ, സസ്പെൻസുകൾ, സർപ്രൈസുകൾ, ഇതെല്ലാം ആളുകൾക്കുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് പാലക്കാട് നമ്മൾ കണ്ടത്. അത് ഈ അവസാന ദിവസവും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും ഒടുവിൽ പത്രപരസ്യ വിവാദം, അതിൽ എന്തൊക്കെയാണ് പുതിയ വാർത്തകൾ പ്രസാദ്? ലക്ഷ്മി, ഇന്നിപ്പോൾ സിറാജ് സുപ്രഭാതം പത്രങ്ങളിൽ വന്ന പരസ്യമാണ് വലിയ വിവാദമായിട്ടുള്ളത്. സരിൻ തരംഗം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ സന്ദീപ് വാര്യർ നടത്തിയിട്ടുള്ള വിദ്വേഷ പോസ്റ്റുകൾ അതിൽ പരാമർശിച്ചുകൊണ്ടുള്ള പരസ്യമായിരുന്നു ഇന്ന് രാവിലെ ആളുകളിലേക്ക് എത്തിയത്. ഇത് വലിയ വിവാദമായി. UDF വലിയ വിമർശനം ഉന്നയിച്ചു. മനഃപൂർവ്വമാണ് ഇത്തരത്തിൽ 2 പത്രങ്ങളിൽ ഇങ്ങനെ ഒരു പരസ്യം നൽകിയത് എന്നുള്ളതാണ്. മാതൃഭൂമിക്കും മനോരമയ്ക്കും എല്ലാം നൽകിയിട്ടുള്ള പരസ്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. എന്തുകൊണ്ട് സിറാജിലും സുപ്രഭാതത്തിലും ഇങ്ങനെ ഒരു പരസ്യം നൽകി? അത് വർഗീയ ചേരിതിരിവിന് കാരണമാകും എന്ന് പറഞ്ഞുകൊണ്ട് UDF നേതാക്കൾ ഏറ്റവും ഒടുവിൽ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ CPIM പറയുന്നത് ഓരോ പത്രങ്ങൾക്കും അതിൻ്റെ സ്വഭാവം അനുസരിച്ച് തന്നെയാണ് പരസ്യങ്ങൾ നൽകാറുള്ളത്. വ്യത്യസ്ത പരസ്യങ്ങൾ നൽകാറുണ്ട്. മറ്റു പത്രങ്ങൾക്കും ഇതുപോലെ തന്നെയാണ് പരസ്യങ്ങൾ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് CPM നൽകുന്ന വിശദീകരണം. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ പരാതി നൽകുമെന്ന് ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്. എന്തായാലും അതൊരു വലിയ നിയമ പോരാട്ടത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സാധാരണ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വിവാദമാകുകയോ അല്ലെങ്കിൽ ചേരിതിരിവിന് കാരണമാകുകയോ ചെയ്യുന്ന പരസ്യങ്ങളുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് MCMC അവർ അത് പരിശോധിക്കുകയും അതിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുകയുമാണ് ചെയ്യാറുള്ളത്. സാധാരണ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പരസ്യമാണെങ്കിൽ അത് അതിൻ്റെ നോഡൽ ഓഫീസറായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പരസ്യം നൽകുകയും എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് ജില്ലാ കളക്ടർ കൂടി അംഗമായിട്ടുള്ള ആ സമിതി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അനുമതി നൽകാറുള്ളൂ. പക്ഷേ ഇങ്ങനെയൊരു പരിശോധന നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്നാൽ ഇന്ന് 2 പത്രങ്ങളോടും, സിറാജിൻ്റെയും സുപ്രഭാതത്തിൻ്റെയും പത്രങ്ങളുടെ മാനേജ്മെൻറ്റ് സ്റ്റാഫുകളോട് കളക്ടർ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് സുപ്രഭാതത്തിൻ്റെ റെസിഡൻഷ്യൽ മാനേജർ ADMനെ നേരിൽ കണ്ട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അതിൽ അനുമതിയുണ്ട് എന്നുള്ളതാണ് അവർ നൽകിയിട്ടുള്ള വിശദീകരണം. വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള അനുമതി പത്രം ഉൾപ്പെടെ ഒരുപക്ഷെ ഹാജരാക്കേണ്ടി വരും. അങ്ങനെ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയ നിയമപ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സിറാജ് പത്രത്തോടും ഇത്തരത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ഏറ്റവും ഒടുവിൽ ലക്ഷ്മി പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ഇന്ന് വരെ, നാളെയാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്, ഏറ്റവും അവസാന നിമിഷവും വലിയ വിവാദങ്ങളാണ്. ഈ വിവാദം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷവും അത് നിയമ നടപടികളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിൻ്റെ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാവും അത്തരം നിയമ പോരാട്ടം ഉണ്ടാകുക. പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് പാലക്കാട് നിന്നും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.